പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന കീഴ്വഴക്കം കോൺഗ്രസിന് ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 2021 പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരും ഉയർത്തിക്കാട്ടിയില്ലല്ലോ എന്നാണ് ചെന്നിത്തല ചോദിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച വേണ്ടെന്നും അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച വേണ്ട, ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അതിലാകണം ചർച്ച വേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് തന്നെയാണ് നിലവിലെ മുഖ്യ ലക്ഷ്യമെന്ന് ചെന്നിത്തല പറഞ്ഞു. താനെന്നും കോൺഗ്രസിന് വേണ്ടി നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒരക്ഷരവും എതിർത്ത് പറഞ്ഞില്ല. പാർട്ടിയുടെ പ്രവർത്തകനായി നിൽക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് താൻ എന്തായാലും ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ആരാണ് ചർച്ച ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അനാവശ്യ ചർച്ചകൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് തന്നെയാണ് മുഖ്യ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ KPCC പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% വിജയം നേടിയത്. അതേ വിജയം ഇത്തവണയും ഉണ്ടാകണം. വമ്പിച്ച വിജയമുണ്ടാകാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ നിയമസഭയിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ സമയത്ത് ജനവികാരം ഫലപ്രദമായി ഉപയോഗിക്കാനാകണം. സാധികലി തങ്ങൾ തന്നെക്കുറിച്ച് എഴുതിയത് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അടുത്തിടെ ചെന്നിത്തല NSS വേദിയിലും സംസ്ഥാ വേദിയിലും സജീവമായിരുന്നു. ചെന്നിത്തല NSS മഞ്ഞുരുകലിന് കാരണമായത് PJ കുര്യന്റെ ഇടപെടലായിരുന്നു. മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണം ലഭിച്ചത് ചെന്നിത്തലയും PJ കുര്യനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് PJ കുര്യന്റെ വസതിയിലെത്തി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെന്നിത്തല മന്നം സമാധിയിൽ താരമായത്. രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമായി രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. UDFന് ഭരണം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇത്തരം ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ അത്തരം ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നാണ് ചെന്നിത്തല പിന്നീട് വ്യക്തമാക്കിയത്. തനിക്ക് എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധമാണെന്നും അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അത് ഇന്നും തുടരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുകയെന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസിനെയും UDFനെയും അധികാരത്തിൽ കൊണ്ടുവരികയെന്നതാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വമ്പിച്ച വിജയം ഉണ്ടാക്കാൻ കഴിയണം. താൻ KPCC പ്രസിഡന്റായ കാലത്താണ് 70% പഞ്ചായത്തുകൾ നേടിയത്. അത്തരം വിജയം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞു.